Hello, welcome to my channel Homemade. ഹലോ, ഇന്ന് നമുക്ക് സദ്യക്കൊക്കെ വിളമ്പുന്ന തരത്തിലുള്ള നല്ല കട്ടിയുള്ള കുറുകിയ ഏത്തപ്പഴം പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുക് താളിക്കാനായിട്ട് 3 വറ്റൽമുളക്, 5 ചുവന്നുള്ളി, കുറച്ച് വേപ്പില, 1/2 സ്പൂൺ കടുക്. പിന്നെ ചെറിയ പുളിയുള്ള 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ 1 വലിയ ടേബിൾ സ്പൂൺ നിറയെ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് വേപ്പില ഇത്രയും നമ്മളൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർത്ത് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അത് ഏത്തപ്പഴം മുങ്ങാനുള്ള വെള്ളം മാത്രം മതി, കൂടുതൽ വെള്ളം ചേർക്കണ്ട. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുവരെ ഞാൻ ഇതിനകത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരപ്പൊന്ന് ചെറുതായിട്ട് വേകാൻ വേണ്ടി നമുക്ക് വീണ്ടും 2 മിനിറ്റ് കൂടെ മൂടി വെച്ച് കൊടുക്കാം. ഇതായിപ്പോൾ നമ്മുടെ അരപ്പ് ഏത്തപ്പഴം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിക്കുമ്പോൾ അതല്പം ലൂസായി വരും. പക്ഷേ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തൈര് ഒഴിക്കുന്നത്. അത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചട്ടിയിൽ വെള്ളമെല്ലാം വലിച്ചെടുത്ത് നല്ല തിക്കായി വരും പച്ചടി. ഇപ്പം പാകത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തൈരൊക്കെ ചേർത്തല്ലേ, അപ്പോൾ തൈരിൻ്റെ പുളി കൂടെയൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ ഉപ്പ് പോരാതെ വരും. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടെ ചേർത്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും വറ്റൽമുളകും വേപ്പിലയും ചുവന്നുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഏത്തപ്പഴം പച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇതൊന്ന് ഇരിക്കുമ്പോഴേക്കും കുറച്ചുകൂടെ കുറുകിയും വരും. ശരിക്കും സദ്യക്ക് നമ്മൾ കഴിക്കുന്ന പോലെ നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.